നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാർത്തകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം ഉള്ളത്. കൂടാതെ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കാം ഉള്ളത്. അതേപോലെ തന്നെ സാമ്പത്തികം ഉണ്ടാവാനുള്ള ഏതെങ്കിലും മാർഗത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോഴുള്ളത്. എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പലർക്കും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം മൂലം പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു നെഗറ്റീവ് എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു യാത്ര അത് കുറച്ചുകൂടി വേഗത്തിലാവാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം അത്തരമൊരു സാഹചര്യമുള്ളത്. ഒരുപക്ഷെ ചില പ്രശ്നങ്ങൾ മൂലം ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. എന്നാൽ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു റിലേഷൻ വിട്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് ആ ഒരു ബന്ധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരല്, നിങ്ങളൊരു ഉയർച്ചയിലേക്ക് എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടായിരിക്കാം. അവർ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സ് മടിച്ച് ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കേണ്ട, ആ ഒരു കഴിവുമായിട്ട് മുന്നോട്ട് പോവേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പലരും എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ടും മറ്റു വ്യക്തികൾ മൂലവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് മറ്റുള്ളവർ എന്തും പറയട്ടെ, ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ നിർത്തിയിടത്തു നിന്നും വീണ്ടും തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതേപോലെ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം കടന്നു വരുന്നുണ്ട്. എനിക്കതിന് കഴിയും എന്നുള്ള ഒരു ചിന്ത, ധൈര്യമൊക്കെ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങളിലായാലും ജോലി സ്ഥലത്തായാലും ബന്ധുക്കൾക്കിടയിലായാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ നിങ്ങളിലെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ വെറും താൽക്കാലികം മാത്രമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വന്ന് ചേരാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം. അതേപോലെ തന്നെ മറ്റു പലരോടും സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ
പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ്. എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും, ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും, അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ്. നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിലൂടെ മനഃശാന്തി, സന്തോഷം ഇവയൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. കൂടാതെ എന്ത് കാര്യത്തിലും ഒരു എടുത്തുചാട്ടം ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തുചാടി പ്രതികരിക്കുന്ന, പ്രവർത്തിക്കുന്ന, തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു രീതി നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകില്ല എന്ന് ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ അവിടെ പ്രതികരിക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല അവസരങ്ങളും വന്ന് എത്തുന്നുണ്ട്. ജോലി, വിവാഹം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെയും എടുത്തു ചാടി ഒന്ന് തിരഞ്ഞെടുക്കാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാതെ നന്നായിട്ട് ആലോചിക്കുക. ശാന്തമായിട്ട്, സമാധാനമായിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവിടെ കൃത്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ചേർന്ന് സമയം ചിലവഴിക്കാനായിട്ട്, ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാനൊക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അവിടെ നല്ല വാർത്തകൾ, പുതിയ അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.